ഇന്നലെ ദാച്ചുമോനെയും പാരനെയും പറഞ്ഞു വിട്ടതിന് ശേഷം മീനും വാങ്ങി വീട്ടിലേക്ക് വന്നിട്ട് അങ്ങനെ പയർ ഉപ്പേരി വെക്കുകയാണ്. ഇന്ന് ഇങ്ങനെയാണ് വെക്കുന്നത് കേട്ടോ. പയറിൽ തന്നെ മുളക് സവോളയൊക്കെ അരിഞ്ഞിട്ട് ഇതാ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പ് ഇട്ട് മൂടി വെക്കാം കേട്ടോ. ഇങ്ങനെയും ട്രൈ ചെയ്യാം കേട്ടോ. ഇത് മുരിഞ്ഞ് വന്നാൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. അങ്ങനെ ദായിലൊക്കെ നന്നാക്കി എടുത്ത് കഴുകിയെടുത്ത് കറിക്കുള്ളതും വറക്കാനുള്ളതൊക്കെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. കറിയിലുള്ളതിൽ ഇതേ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇടുകയാണ്. അതുപോലെ വറക്കാനുള്ളതിലും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തു കേട്ടോ. ഇതേ പയറുപ്പേരി ആയി വരുന്നുണ്ട്. ഇതിലേക്ക് തന്നെ ഇഞ്ചും പച്ചമുളകും ചേർത്ത് കൊടുത്തു. ഇടയ്ക്കൊക്കെ ഇതും ട്രൈ ചെയ്യാട്ടോ. കുറച്ച് ചൂടുവെള്ളത്തിലേക്ക് നാളികേരത്തിന്റെ പൊടി ഉണ്ടല്ലോ, അതാണ് മേടിച്ചത് കേട്ടോ. അത് മിക്സ് ചെയ്ത് വെച്ചാൽ പാൽപ്പൊടി തയ്യാറാവും. അപ്പൊ അതൊഴിച്ചിട്ടാണ് ഇന്ന് കറി വെക്കുന്നത് കേട്ടോ. അതിനുശേഷം നമ്മുടെ മീൻ വറുത്തെടുക്കുകയാണ്. ഇനി കറി ഇവിടെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കറി കാച്ചിടാം. തൊട്ടപ്പുറത്ത് തന്നെ ഞാൻ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാനിവിടെ ഓണപ്പാട്ടുകളൊക്കെ കേട്ടിട്ടാണ് പണികൾ എടുക്കുന്നത് കേട്ടോ. അങ്ങനെ അവസാനം ഒരു ഗ്ലാസ് കട്ടൻ ചായ എടുത്ത് കുടിക്കുകയാണ്. നല്ല മഴയാണ് കേട്ടോ. ഒന്ന് നല്ല മഴയുണ്ട് പുറത്ത്. അങ്ങനെ അവർ രണ്ടുപേരും സ്കൂൾ വിട്ട് വന്നിട്ട് ഓണം സെലിബ്രേഷൻ കഴിഞ്ഞ് എൻ്റെ ക്ഷീണം തോന്നുന്നു. രണ്ടെണ്ണം കിടക്കണ കണ്ടോ. അപ്പോൾ സന്ധ്യ ആവാറായിട്ടോ. അപ്പോൾ ഞാൻ രണ്ടിനെയും വിളിച്ചു. നമ്മുടെ പട്ടിക്കാട് ഇന്ന് ഗണേശോത്സവത്തിന്റെ ഭാഗമായിട്ട് പരിപാടികൾ നടക്കുന്നുണ്ട്. അവിടെ പോയി കാണാമെന്ന് വിചാരിച്ചു കേട്ടോ. കടയുടെ അടുത്തായതുകൊണ്ട് ശ്രീജേട്ടൻ കാണാൻ വന്നിട്ടുണ്ട്. അങ്ങനെ ഞാനും അച്ചുമോനും പാറുമോളും കൂടി പരിപാടി കാണാൻ നിൽക്കുമ്പോൾ ചച്ചുമോനും വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഈ പരിപാടിയൊക്കെ കണ്ടു കഴിഞ്ഞ് പിന്നെ വീട്ടിലേക്ക് പോന്നു.